പുള്ളിക്ക് മ്യൂസിക്കിനെ പറ്റിയുള്ള ഐഡിയയും പുള്ളി പറയുന്ന കുറച്ച് ഐഡിയാസൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ലൈക്കിനോ പുള്ളി എങ്ങനെയാണ് ഇത് മ്യൂസിക്കിനെ ഇതിൽ കാണുന്നത്. ചില ഡയറക്ടേഴ്സിലെ ഞാൻ അത് കാണാറുള്ളൂ, ആ ഒരു മ്യൂസിക് സെൻസും കൂടെയുള്ളൊരു സാധനം വിത്ത് വിഷ്വൽ. ചില ആൾക്കാർ തോന്നുന്ന പോലെ ചെയ്തോന്നല്ലേ പറയുന്നത്. അപ്പം അമലേട്ടനെ വെച്ച് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ അമൽ നീരദ് എന്നുള്ള പേരല്ല എനിക്ക് ആ ടൈമിൽ കൂടുതലും ആ ബിഗ് ബി എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു എനിക്ക്. Yes. അതായത് മമ്മൂക്ക മറ്റേ ഇങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ ഒരു ക്രൂ mass, ആയിട്ടൊരു വലിയൊരു yeah. പുതിയൊരു വേവ് ഉണ്ടാക്കുന്ന ഒരു സിനിമ. ആൻഡ് പിന്നെ കറങ്ങിപ്പോകുന്ന മ്യൂസിക് മറ്റേ അന്നൊക്കെ മറ്റേ എപ്പോഴും ഡീറ്റെയിൽസിലൊക്കെ മറ്റേ കറക്കം കൂടുതലായിരുന്നു. അതെ അതെ, അവിടെ നിന്ന് ഒച്ച അവിടെ കേൾക്കും, നിന്നൊക്കെ ഇവിടെ വരും നിന്ന് ഇങ്ങനെ ഒച്ച. വരും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വാവ് ന്യൂ കൈൻഡ് ഓഫ് തിങ് മലയാളത്തില്. യാ ബട്ട് ഐ തിങ്ക് സുഷിൻ്റെ ഏത് വർക്ക്, ഇപ്പം ചിലവർക്ക് ഹിറ്റ് ആൻഡ് മിസ് എന്ന് പറയുന്ന ഒരു റേഷ്യോ നോക്കുവാണെങ്കിൽ ചിലവർക്ക് മിസ്സസ് കൂടുതലായിരിക്കും, ഹിറ്റ്സ് കുറച്ചായിരിക്കും. പക്ഷേ സുഷിൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഹിറ്റ്സിലേക്കാണ് പോകുന്നത്. എന്താടാ നീ തടി തപ്പുവാണോ, നീ തൊടാൻ തടിയല്ലേടാ, ഒരു മരം എടുത്ത് പോയി അല്ലെ ചെടിയൊക്കെ. സോ 2 ദിവസമായിട്ട് ഞാൻ ഫുൾ ടൈം കേൾക്കുന്നത് സുഷിൻ്റെ പ്ലേലിസ്റ്റ്. ഐ ആം ലൈക്ക്, ഇതിൽ ഏത് പാട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം? ഓരോ പാട്ടും ഇറ്റ് ഹാസ് എ സ്റ്റോറി, ഇറ്റ് ഹാസ് എൻ ഇമോഷൻ.